നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതി വിധിയിൽ പ്രതികരിച്ച് സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ എല്ലാ മുൻ തയ്യാറെടുപ്പും നടത്തിയിരുന്നതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കോടതി ഉത്തരവ് പരിശോധിച്ച് തീരുമാനമെടുക്കും. വ്യക്തിപരമായ ആക്ഷേപം ഒഴിച്ചുള്ള ഭാഗങ്ങൾ നൽകാനായിരുന്നു നിർദ്ദേശം. അത് സർക്കാർ അംഗീകരിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. നിർമ്മാതാവ് സജിമോൻ പറയലിന്റെ ഹർജിയിലാണ് കോടതി വിധി. ഒരാഴ്ചത്തേക്കാണ് ഹൈക്കോടതി നടപടി. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റ് 1 ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. സർക്കാരിനും വിവരാവകാശം നൽകിയ മാധ്യമപ്രവർത്തകർക്കുമാണ് കോടതി നോട്ടീസ് അയക്കുക. ജസ്റ്റിസ് PM മനോജ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. ഒരാഴ്ചയ്ക്കകം എതിർകക്ഷികൾ മറുപടി നൽകണം. വിവരാവകാശ നിയമപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു സർക്കാർ തീരുമാനം. സജിമോൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇത് തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൾ ഹക്കീമാണ് ഉത്തരവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ സമർപ്പിച്ചവർക്ക് ഈ മാസം 26-നകം റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനായിരുന്നു കമ്മീഷണറുടെ ഉത്തരവ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിയമനം അംഗീകരിച്ച് ഗവർണർ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കാനുള്ള ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു. മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങിയ ഉന്നതതല സമിതി ഏകകണ്ഠമായാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പേര് നിർദ്ദേശിച്ചത്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് അലക്സാണ്ടർ തോമസ്. 2014 ജനുവരി 23 മുതൽ 2023 സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിൽ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുള്ള ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് 2023 ജൂലൈയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും ആയിരുന്നു. ബ്രിട്ടൻ, ലണ്ടൻ സർവകലാശാല, UK എന്നിവിടങ്ങളിൽ നിന്നും നിയമപരിശീലനം നേടിയ ന്യായാധിപനായ അദ്ദേഹത്തിന് കേരള ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ 25,000-ഓളം കേസുകൾ തീർപ്പാക്കിയിട്ടുള്ള മികവ് കൂടിയുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLBയും കൊച്ചി സർവകലാശാലയിൽ നിന്ന് MScയും ലഭിച്ചു. കോമൺവെൽത്ത് യങ് ലോയേഴ്സ് കോഴ്സിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ 4 ഇന്ത്യൻ അഭിഭാഷകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. പ്രതിക്കായി തിരച്ചിൽ ഊർജിതം. ബംഗളൂരുവിലെ കോറമംഗലയിൽ യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം. കോറമംഗലയിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന കൃതികുമാരിയാണ് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. ബീഹാർ സ്വദേശിയാണ് കൃതികുമാരി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പരിചയക്കാരനാണോ കുറ്റം നടത്തിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഡിവിഷൻ DCP സാറ ഫാത്തിമ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്നും പ്രതിയെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണെന്നും സാറ ഫാത്തിമ അറിയിച്ചു. ശബരിമല തീർത്ഥാടനം. ഭക്തർക്കായി സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ കേരള സർക്കാർ. ചിങ്ങമാസ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉന്നതതല യോഗത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ചർച്ചയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് ഇടത്താവളങ്ങളുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തും. പാർക്കിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും നടപടിയുണ്ടാവും. നിലയ്ക്കലിൽ 10,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കും. എരുമേലിയിലെ പാർക്കിംഗ് വിപുലീകരിക്കാനും തീരുമാനമുണ്ട്. നിലവിൽ എരുമേലിയിൽ 1,500 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പാർക്കിങ്ങിനായി മറ്റൊരു സ്ഥലം കൂടി കണ്ടെത്താൻ കോട്ടയം കളക്ടർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഭക്തർക്കായി ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കോന്നി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രത്യേക സെല്ല് തുറക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. മരക്കൂട്ടത്തിൽ പ്രത്യേക ആംബുലൻസ് ക്രമീകരിക്കും. മാലിന്യ നിർമ്മാർജ്ജനം സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സജ്ജീകരിക്കും. പുൽമേട് വഴിയും മറ്റു വനമേഖല വഴിയും വരുന്ന ഭക്തർക്ക് ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കും. മഴയും വെയിലും പ്രതിസന്ധിയാകാത്ത തരത്തിൽ ദേവസ്വം ബോർഡ് റൂഫിംഗ് ഏർപ്പെടുത്തും. ഓൺലൈൻ ബുക്കിംഗ് വഴി 80,000 ഭക്തർ ഒരു ദിവസം വരുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ. മുൻ അനുഭവങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറവുകൾ ഉണ്ടാകാതിരിക്കാൻ ഭാവിയിൽ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഭക്തരുടെ തിരക്ക് കൂടിയാലും ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് പോലീസ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും VN വാസവൻ കൂട്ടിച്ചേർത്തു. അർജുന്റെ ലോറി കണ്ടെത്തി. മന്ത്രിയുടെ സ്ഥിരീകരണം. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ തെരച്ചിലിൽ പുഴയിൽ കണ്ടെത്തിയത് അർജുന്റെ ലോറി തന്നെയെന്ന് സ്ഥിരീകരണം. ഇക്കാര്യം SP സ്ഥിരീകരിച്ചു. വിവരം പോലീസ് സർക്കാരിന് കൈമാറി. സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ലോറിയുള്ളത്. ലോറി അർജുന്റേതാണെന്ന് ഉറപ്പാക്കാൻ NDRF സംഘം പുഴയിൽ പരിശോധന തുടങ്ങി. NDRFന്റെ 4 യൂണിറ്റ് പുഴയിലിറങ്ങി. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനിടെ ലോഹവസ്തു കണ്ടെത്തിയതോടെയാണ് അർജുന്റെ ലോറിയാണെന്ന സംശയം ഉയർന്നത്. പിന്നീട് അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു.
ഷിരൂർ പുഴയിലാണ് ലോറി കണ്ടെത്തിയത്. അതേസമയം ലോറിയിൽ തടികെട്ടാൻ ഉപയോഗിക്കുന്ന വെളുത്ത നിറമുള്ള കയറും പുഴയ്ക്കരികിൽ കണ്ടെത്തിയിരുന്നു. ഇതും അർജുന്റെ ലോറിയിൽ നിന്നുള്ളതാവാം എന്നാണ് അനുമാനം.